ഇന്ന് ഫെബ്രുവരി 2 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ റീ റിലീസ് സിനിമകളിലൊന്നായ വെള്ളിയേട്ടൻ അപ്ഡേറ്റ് ആണ്. തിയേറ്ററുകളിലെ വമ്പൻ പ്രതീക്ഷകളോടെ റീ റിലീസ് ചെയ്ത് അവസാനം പരാജയമായി മാറിയ വെള്ളിയേട്ടൻ ഇപ്പോഴത്തെ 4K പതിപ്പ് OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ആഴ്ച ഫെബ്രുവരി 7 മനോരമ മാക്സിലൂടെ വെള്ളിയേട്ടൻ്റെ 4K പതിപ്പ് OTT റിലീസ് ചെയ്യുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. രണ്ടാമത്തേത് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത ബാലയ്യ ചിത്രം ഡാക്കു മഹാരാജ് അപ്ഡേറ്റ് ആണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 7 അതല്ലെങ്കിൽ ഞായറാഴ്ചയോടെ ഫെബ്രുവരി 9 OTT റിലീസ് ആകുന്നതാണ്. മൂന്നാമത്തേത് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തൊരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. യു ആർ കോഡിയലി ഇൻവൈറ്റഡ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ലഭ്യമാണ്. അടുത്ത 2 അപ്ഡേറ്റുകൾ 2 ഹിന്ദി കണ്ടന്റിന്റെ അപ്ഡേറ്റുകളാണ്. അതിലൊന്ന് PR ടെസ്റ്റിംഗ് എന്ന C5ന്റെ ഡയറക്റ്റ് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഫെബ്രുവരി 14 C5ലൂടെ ഹിന്ദി ഭാഷയിൽ സിനിമ ലഭ്യമാകും. മറ്റൊന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഡയറക്റ്റ് OTT ഹിന്ദി സിനിമയായ ഇബ്രാഹിം അലി ഖാൻ നായകനായി എത്തുന്ന നദാനിയൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ നെറ്റ്ഫ്ലിക്സ് കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അടുത്തത് ED എക്സ്ട്രാ ഡീസന്റ് എന്ന ക്രിസ്മസ് റിലീസായിട്ട് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സുരാജ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ OTT റിലീസ് എപ്പോൾ എന്നൊരു ചോദ്യം പല ഘട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകർ നമ്മോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ OTT അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ HD പതിപ്പ് ക്ലിയർ HD പതിപ്പ് നേരത്തെ ലീക്കാക്കപ്പെട്ടത് കൊണ്ട് തന്നെ സിനിമയുടെ OTT ഡിമാൻഡ് നന്നേ കുറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കും ഉടനെ എന്ന് പ്രതീക്ഷിക്കാം. ആമസോൺ പ്രൈം തന്നെ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഈ വർഷത്തിലെ വലിയ ദുരന്തമായി മാറിയ തെലുഗു പാൻ ഇന്ത്യൻ സിനിമ ഗെയിം ചേഞ്ചർ അപ്ഡേറ്റ് ആണ്. നിലവിൽ വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ച രാംചരന്റെ ശങ്കർ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്തയാഴ്ച ഫെബ്രുവരി 14 വാലന്റൈൻ ദിനത്തിൽ OTT റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അതിനു മുന്നേ ഈ ആഴ്ച സിനിമ റെന്റ് ഓപ്ഷനിൽ പ്രൈമിൽ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഗെയിം ചേഞ്ചർ ലഭ്യമാകും. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്.